240 മണിക്കൂർ 240ഓളം വരുന്നതാകുന്ന മണിക്കൂറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകുന്നത് ശ്രേഷ്ഠമാക്കപ്പെട്ട തൗബയ്ക്ക് വേണ്ടിയിട്ടാണ്. നീ നല്ലതുപോലെ തൗബ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കും. എത്ര തെറ്റ് ചെയ്താലും അല്ലാഹു പൊറുക്കും. 100 പേരെ കൊന്നവന് പോലും അല്ലാഹു മാപ്പ് ചെയ്തില്ലേ? ഹദീസിലില്ലേ എത്രയോ സംഭവങ്ങളുണ്ട്. വ്യഭിചരിച്ചവൻ അല്ലാഹു മാപ്പ് കൊടുത്തില്ലേ? അതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്ത മനുഷ്യ എന്ത് തെറ്റാണെങ്കിലും റബ്ബിലേക്ക് ഏറ്റു പറയും. അതിന് പറ്റുന്ന മാസവും സമയമാണ്. ഈ മാസം കഴിഞ്ഞിട്ട് പിന്നെ കരുതിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് റമദാൻ കൊണ്ട് പാപം പൊറുപ്പിച്ചെടുക്കാത്തവൻ അവൻ പരിശുദ്ധമായ റബ്ബിൻ്റെതാകുന്ന അനുഗ്രഹങ്ങളിൽ നിന്ന് വിദൂരമാക്കപ്പെട്ടു പോകട്ടെ, അവൻ നശിക്കട്ടെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന ദുആ ചെയ്യാണ്. വഅദ മൻ അദ്റക റമദാൻ ഫലം യഗ്ഫിർ ലഹു. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ തൊട്ട് അവന് വിദൂരമാക്കട്ടെ എന്ന് ദുആ ചെയ്തു. നബി തങ്ങൾ അതിന് ആമീൻ പറഞ്ഞു എന്ന ഹദീസാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഏറ്റവും നല്ല സമയവും സന്ദർഭമാണ്. കിട്ടുന്ന അവസരമൊക്കെ തൗബ ചെയ്യണം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം ചൊല്ലണം. രാത്രിയിലും പകലിലും ചൊല്ലണം. 100 ആക്കണ്ട, അധികരിപ്പിക്കൽ. എത്ര അധികരിപ്പിച്ചാലും ഖൈറാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മല്ലസിബൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ വമിൻ കുല്ലി ഗമ്മിൻ മഖറജാ വയർസുഖു മിൻ ഹൈസു ലാ യഹ്തസിബു. ആരെങ്കിലും അല്ലാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് നിലകൊണ്ടാൽ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു അവന് തുറസ് നൽകുമേ. എല്ലാ മനപ്രയാസങ്ങളും അല്ലാഹു സംരക്ഷണം കൊടുക്കുമേ. ജീവിതത്തിൽ ഒരിക്കലും അവന് കുടുസുണ്ടാവുകയില്ല. എല്ലാത്തിലും എക്സിറ്റ് കൊടുക്കും. അസ്തഗ്ഫിറുല്ലാഹൽ അദീം അധികരിപ്പിച്ചാൽ പ്രയാസം ഉണ്ടാവില്ല, ബിസിനസ്സിലുണ്ടാവില്ല, ജീവിതത്തിലുണ്ടാവില്ല. എപ്പോഴും ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. അതുകൊണ്ടാണ് നമ്മൾ റമദാനിൽ ഏറ്റവും കൂടുതൽ അല്ലാഹുവിലേക്ക് ചെയ്യാൻ വേണ്ടി നമ്മളോട് പറഞ്ഞത് എന്താ? റബ്ബിനെ പൊരുത്തം കിട്ടാൻ പറഞ്ഞത് ഏതാണ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. നബി തങ്ങൾ പറഞ്ഞു, ഈ 2 വാക്കുകൾ അധികരിപ്പിക്കുന്നവർ അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടിയവനായി മാറുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. റബ്ബിന്റെ പൊരുത്തം കിട്ടാൻ ഇത് ചെല്ലണമെന്ന് നമസ്കാരം കഴിഞ്ഞ് ചെല്ലുന്നുണ്ടോ? ഇത് 3 ചെല്ലി നിർത്താനുള്ളതല്ല. ഈ റമദാൻ മുഴുവനും മറ്റ് എല്ലാ ദിക്റും മാറ്റിയാലും അല്ലാഹുമ്മ റഹ്മനി യാ റഹ്മർ റഹീമി മാറ്റി, അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി ഇനി 10 ദിവസം കഴിയുമ്പോൾ നീ മാറ്റിയാലും ഏത് ദുആ കൊണ്ടുവന്നാലും ഇത് മാറ്റാൻ പാടില്ല. ഇത് ബേസിക് ആണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഇത് ചോദിച്ചാൽ റബ്ബിന്റെ പൊരുത്തം കിട്ടുമെന്ന് പറഞ്ഞു. അല്ലാഹു പൊരുത്തം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും നല്ലൊരു സദഖോട്. റമദാനാണ്, പരിശുദ്ധമായ റമദാനിലെ നല്ല ശ്രേഷ്ഠമായ ദിവസമാണ്. 2ാമത്തെ വെള്ളിയാഴ്ചയാണ്. അല്ലാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കുമാറാകട്ടെ. പാപം പൊറുപ്പിച്ചെടുക്കാനുള്ള ഒരു മാർഗമാണ് സദഖ. ഹദീസാണ്, അസ്സദഖതു തുദ്ഫിഉൽ ഖതീഅ കമാ തുദ്ഫിഉൻ നാറു മാഅ. തീ കൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ, തീ കൊണ്ട് വെള്ളത്തിലേക്ക് ഒഴിക്കുമ്പോൾ, വെള്ളം കൊണ്ട് തീയിലേക്ക് ഒഴിക്കുമ്പോഴത്തേക്കും തീ അണഞ്ഞു പോകുന്നത് പോലെ മനുഷ്യന്റെ പാപം മുഴുവനും ഇല്ലാതാക്കാൻ ഹേതുവാണ് സദഖ കൊണ്ടെന്നും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ സദഖ നിയത്ത് ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ പാപങ്ങൾ അഗ്രഹം പൊറുക്കാൻ ഞാൻ നിയത്ത് ചെയ്യുന്നു. നല്ല നിയത്ത് റമദാനിൽ പരിശുദ്ധമായ ജുമുഅ ദിവസം അല്ലാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കട്ടെ. അപ്പോൾ മനസ്സിലുള്ള എല്ലാ കുടുസുകളും എല്ലാ പ്രയാസങ്ങളും എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്തെല്ലാം പ്രതിബന്ധങ്ങളുണ്ടോ അതിനെ തൊട്ടൊക്കെ സംരക്ഷണം കിട്ടാൻ അസ്തഗ്ഫിറുല്ലാഹൽ അദീം അധികരിപ്പിക്കണം. അല്ലാഹു അധികരിപ്പിക്കാൻ തൗഫീഖ് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണം. കാരണം റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ മുടങ്ങാതെ 100 വട്ടം ചെല്ലുന്ന വ്യക്തിയാണ് ഞാനെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ജീവിതം സുന്നത്ത് കൃത്യമായി ഇത്തിബാഅ ചെയ്യുന്ന സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ